ഹായ്, ഇനി നമുക്ക് കാണാനുള്ളത് ഇൻകം ഡിറ്റർമിനേഷൻ എന്ന മാക്രോ ഇക്കണോമിക്സിൻ്റെ 10th ചാപ്റ്ററാണ്. അപ്പം എങ്ങനെയാണ് ഒരു സമ്പദ് വ്യവസ്ഥയിലെ വരുമാന നിർണയം, അതാണ് ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് വരുമാനം എന്നുള്ളത് നമുക്കറിയാം. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ വരുമാനം വരുന്നത്? ജോലിയിലൂടെ, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഓണർഷിപ്പും എക്സ്ചേഞ്ചും അതുവഴിയാണ് എന്ത് വരുന്നത്? പ്രധാനമായും ഇൻകം വരുന്നത് അല്ലേ. പിന്നെയുള്ളതൊക്കെ വെൽത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇൻകം ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് കാണുന്നതിന് ആദ്യം നമുക്ക് 2 ടേംസ് പഠിക്കാനുണ്ട്. അതായത് ഇക്കണോമിക്സിൽ ഇൻകം ഡിറ്റർമിനേഷനുമായിട്ട് വളരെ റിലേറ്റ് ചെയ്തെടുക്കുന്ന 2 ടേംസാണ് എക്സ് ആൻഡ് ആൻഡ് എക്സ് പോസ്റ്റ്. അപ്പോൾ നമുക്കിത് എന്താണെന്ന് നോക്കാം. എക്സ് ആൻഡ് എക്സ് പോസ്റ്റ്. അപ്പോൾ എക്സ് ആൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആൻറ്റിസിപ്പേറ്റിംഗ് എന്നാണ്. അപ്പോൾ എക്സ് ആൻഡ് മീൻസ് വാട്ട് ഈസ് ആൻറ്റിസിപ്പേറ്റിംഗ്. എക്സ് ആൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഇക്കണോമിക്സിലെ എല്ലാ വേരിയബിൾസിനെയും അല്ലെങ്കിൽ ഒട്ടുമിക്ക വേരിയബിൾസും എക്സ് ആൻഡ് എക്സ് പോസ്റ്റ് ടേംസിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ചും മാക്രോ ഇക്കണോമിക്സിൽ. അപ്പോൾ എക്സ് ആൻഡ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ആൻറ്റിസിപ്പേറ്റിംഗ്. ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീക്ഷിക്കലാണ് അല്ലേ. ആൻറ്റിസിപ്പേറ്റിംഗ് ഓർ എക്സ്പെക്റ്റിംഗ്. അപ്പോൾ എക്സ് എന്നുള്ളതും ആൻറ്റിസിപ്പേറ്റിംഗ് എന്നുള്ളതും ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ആൻഡ് എന്നതിൻ്റെ മനസ്സിലാവും. എക്സ്പെക്റ്റിംഗ്, പ്രതീക്ഷിക്കുന്ന എന്നർത്ഥം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാം എഴുതും അല്ലേ. നമുക്കെല്ലാം എക്സാം വരാൻ പോവാണ്. അപ്പോൾ എക്സാമിന് എത്ര ശതമാനം മാർക്ക് കിട്ടും? എനിക്കൊരു 90% മാർക്ക് കിട്ടും. അത് എക്സ് ആൻഡ് ആണ്. അല്ലെങ്കിൽ എല്ലാത്തിനും A+ കിട്ടും. അപ്പോൾ പ്രതീക്ഷിക്കുന്നതാണ്. അതിനെന്താണ്? എക്സ് ആൻഡ് റിസൾട്ട് എന്ന് പറയും. അപ്പോൾ എക്കണോമിക്സിലെ പ്രധാന ടേംസായ കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, സേവിങ്, ഇതൊക്കെ എന്താണ്? എക്സ് ആൻഡ് എത്ര ഉണ്ടാവും. ഇപ്പോൾ ഈ മാസം വാട്ട് ഈസ് ദ എക്സ് ആൻഡ് സേവിങ്. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, ഈ വർഷം 2 ലക്ഷം രൂപ സേവ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ഒരു 10 ലക്ഷം രൂപ സേവ് ചെയ്യണം. ഒരു 12 മാസത്തിനുള്ളിൽ ഓരോ ലക്ഷം ഓരോ മാസം വെച്ച് സേവ് ചെയ്ത് 12 ലക്ഷം രൂപ സേവ് ചെയ്യണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്താണ്? എക്സ് ആൻഡ് സേവിങ് ആണ്. അപ്പോൾ വാട്ട് ഈസ് എക്സ്പെക്റ്റിംഗ്, അതാണ് എക്സ് ആൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ എന്താണ്? എക്സ്പെക്ട് ചെയ്താൽ മാത്രം പോരാ, അത് റിയലൈസ് ചെയ്യണം അല്ലേ. എന്താണോ നമുക്ക് കിട്ടുന്നത്, ഇൻ എഫക്റ്റിൽ എന്താണോ വരുന്നത്, അതിനെയാണ് എക്സ്പോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ the quantity that is realizing. അപ്പോൾ എന്താണെങ്കിൽ what is actually getting. എന്താണോ ആക്ച്വലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ A+ പ്രതീക്ഷ ആൾക്ക് 3 A+ഉം 2 Aയും കിട്ടും. അപ്പോൾ അതാണ് റിയലൈസിങ്. ഇനി 10 ലക്ഷം രൂപ സേവ് ചെയ്യാൻ വിചാരിച്ചെടുക്കുക. എന്താണ്? 5 ലക്ഷമേ കിട്ടിയുള്ളൂ അല്ലെ. 5 ലക്ഷമേ സേവ് ചെയ്ത് വന്നപ്പോൾ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വാട്ട് ഈസ് റിയലൈസിങ്, അതാണ് എക്സ്പോസ്റ്റ്. അപ്പം നമ്മൾ 1000 രൂപ ഒരു ഷോപ്പിലേക്ക് പോവാണ്, കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോവാണ്. അപ്പോൾ പോകുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് വിചാരിക്കുന്നത് എക്സ്പോസ്റ്റ് എക്സ് ആൻഡ് ബഡ്ജറ്റ് ഈസ് 5000. നമ്മൾ 5000 രൂപയാണ് ടെക്സ്റ്റൈൽസിൽ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിച്ച സാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് പേ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നു 6200 രൂപ, 6200. അപ്പോൾ ആക്ച്വലൈസിങ് എന്താണ്? 6200. അപ്പോൾ വേറൊരാൾ ഇതേപോലെ തന്നെ ബി എന്ന ആൾ സപ്പോസ് ഈ 5000 സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നു. 5000 രൂപയുടെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നു. അപ്പോൾ അയാൾ സാധനങ്ങളൊക്കെ വാങ്ങി ബിൽ പേ ചെയ്തപ്പോൾ അയാളുടേത് 4300 രൂപയാണ് ആവുന്നത്, 4300. അപ്പോൾ ആക്ച്വലൈസിങ് എന്താണ്? ആദ്യം ആൻറ്റിസിപ്പേറ്റ് ചെയ്ത അത്രയും എക്സ് ആൻഡ് വാല്യൂവിൻ്റെ അത്രയും. അപ്പോൾ എക്സ്പോസ്റ്റ് എപ്പോഴും എന്താണ്? ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ദ എക്സ് ആൻഡ് വാല്യൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ
ഈ 2 ടേമും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇൻകം ഡിറ്റർമിനേഷനിൽ അപ്പം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഇൻകത്തെ നമ്മൾ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞല്ലേ, ഇൻകം എന്ന് പറയുന്നത് Y എന്ന ലെറ്ററിലാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇൻകം Y എന്ന ലെറ്റർ വെച്ചാണ് കാണിക്കുന്നത് അല്ലേ. ഈ ഇൻകം ആണ് എന്തായിട്ട് മാറുന്നത്? ഇൻകം നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, എല്ലാ തരത്തിലുള്ള കൺസംഷനും. കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസംഷൻ എന്ന് പറഞ്ഞാൽ ഉപഭോഗമാണ് അല്ലേ. അപ്പോൾ ഇൻകത്തെ എന്തായിട്ടാണ് പറയുന്നത്? ഇൻകം നമുക്ക് കൺസംഷൻ C ആയിട്ടും പിന്നെ ബാക്കി വരുന്നത് എന്താണ്? സേവിങ് ആയിട്ടും മാറും അല്ലേ. കൺസംഷൻ പ്ലസ് സേവിങ് ആണ് ഓരോരുത്തരുടെയും ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ Y ഇതിനെ നമുക്ക് ഐഡന്റിക്കൽ ഈക്വൽ ആയിരിക്കും, ഇതിൽ നിന്ന് യാതൊരു വ്യത്യാസം. അതായത് കൺസംഷൻ കൂടുവാണെങ്കിൽ സേവിങ് കുറയും, സേവിങ് കൂടുവാണെങ്കിൽ കൺസംഷൻ കുറയും. അതുകൊണ്ട് ഇതിന്റെ 2 ഭാഗം എങ്ങനെ നോക്കിയാലും ഇൻകത്തിന് തുല്യമായിരിക്കും. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഐഡന്റിറ്റി ആയിട്ട് എഴുതാവുന്നതാണ്. Y ഇൻകം ഈസ് ഈക്വൽ ടു C പ്ലസ് എസ് എന്ന്. അപ്പൊ ഇതിലെ C എന്താണ്, അതേപോലെ എസ് എന്താണ് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലാണ് ഇൻകം ഡിറ്റർമിനേഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുക. അപ്പൊ C എന്താണെന്ന് നോക്കാം. C മീൻസ് കൺസംഷൻ ആണ് അല്ലെ. കൺസംഷൻ എന്താണ്? കൺസംഷൻ കൺസംഷൻ എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സ് ആണ് അല്ലെ. ഓൾ ഇൻഡിവിജ്വൽസ് ആർ കൺസ്യൂമേഴ്സ്. അപ്പൊ കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ടിവിറ്റി ഓഫ് യൂസിങ് അപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ആക്ടിവിറ്റി ഓഫ് യൂസിങ് അപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് വെച്ചാൽ എന്താണ്? സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിക്കുന്ന പ്രവൃത്തിയെയാണ് കൺസംഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മൈക്രോ ഇക്കണോമിക്സിന്റെ 2nd ചാപ്റ്റർ പഠിച്ചു അല്ലെ. കൺസംഷൻ നടത്തുന്നത് കമോഡിറ്റീസിന് യൂട്ടിലിറ്റി ഉള്ളത് കൊണ്ടാണ്. യൂട്ടിലിറ്റീന്റെ കുറിച്ചുള്ള ടേംസ് ഒക്കെ നമ്മൾ മൈക്രോ ഇക്കണോമിക്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ നമ്മളിതിൽ ഇനി കൺസംഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നു. ആക്ടിവിറ്റി ഓഫ് യൂസിങ് അപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് കോൾഡ് കൺസംഷൻ. അപ്പൊ ഈ കൺസംഷൻ എന്താശ്രയിച്ചാണ് ഇരിക്കുന്നത്? ഇപ്പോൾ രാവിലെ നിങ്ങൾ സ്കൂളിലേക്ക് വരാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം 20 rupees തരുന്നു എന്നായിരിക്കാം നിങ്ങളുടെ പാരൻസിൽ അമ്മ തരുന്നു എന്നായിരിക്കാം. അപ്പോൾ 20 രൂപയ്ക്ക് നിങ്ങൾ സ്കൂളിലേക്ക് വന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? അന്ന് 20 രൂപ ചെലവഴിക്കുന്നു. ബസ്സിനൊക്കെ കൊടുത്ത് അല്ലേ ബാക്കിയുള്ളത് തിരിച്ചു പോകുമ്പോൾ മിഠായിയൊക്കെ വാങ്ങി പോകുന്നു. അപ്പോൾ പിറ്റേ ദിവസം വീണ്ടും എന്ത് ചെയ്യുന്നു? 50 രൂപയായിരുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? അന്ന് ഓരോ ദിവസവും തിരിച്ചു ബാക്കി കൊണ്ടുവരണം എന്നുള്ള കണ്ടീഷനോടൊന്നുമല്ല നിങ്ങൾക്ക് പണം തരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ആ പോക്കറ്റ് മണി 50 രൂപയും നിങ്ങൾ അന്നും തീർക്കുകയാണ്. പിറ്റേ ദിവസം 70 rupees ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? 50 rupees വെച്ചിട്ട് ചെലവഴിച്ചിട്ട് 20 rupees അവിടെ സേവ് ചെയ്ത് വെക്കുന്നു. പോക്കറ്റിൽ ബാക്കി വരുന്ന എന്താണ്? അപ്പോൾ കൺസംഷൻ 50 രൂപയിൽ ആദ്യം 20 rupees തന്നു, ഇൻകം ആണേ. നമ്മൾ എത്ര ചെയ്തു? കൺസ്യൂം ചെയ്തത് 20 കൺസ്യൂം ചെയ്തല്ലേ, കൺസംഷൻ. അപ്പോൾ പിറ്റേ ദിവസം എന്ത് ചെയ്തു? 50 രൂപ തന്നു, 50ഉം എന്ത് ചെയ്തു? കൺസ്യൂം ചെയ്തു. പിന്നെ തരുന്നത് 70 rupees ആണ്. 70 rupees തന്നപ്പോൾ എന്ത് ചെയ്തു? 50 rupees കൺസ്യൂം ചെയ്തു, പ്ലസ് എന്താണ്? 20 rupees സേവ് ചെയ്തു. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി അടുത്ത ദിവസം തന്നത് 100 rupees ആണ്. നിങ്ങൾ എന്ത് ചെയ്യും കാശ് കൊണ്ടെന്നുള്ളത് നോക്കാൻ വേണ്ടിയാണ് അമ്മ പരീക്ഷിച്ച് നോക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? 100 rupees തന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഇതിൽ നിന്നും 50 rupees ചെലവാക്കി ബാക്കി 50 rupees കയ്യിൽ വെച്ചു. അപ്പം ഇങ്ങനെ വരുമ്പോൾ അപ്പം എന്താണ്? ഇതിലെല്ലാം എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? Y ഈസ് ഈക്വൽ ടു C പ്ലസ് എസ് എന്ന് മനസ്സിലാക്കാം അല്ലേ. അപ്പം ഇനി നമുക്ക് ഈ കൺസംഷനിൽ അപ്പം നമ്മളിവിടെ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾക്ക് മനസ്സിലാവുന്ന എന്താണ്? കൺസംഷൻ ഇൻകം കൂടുന്തോറും കൺസംഷൻ കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. അപ്പോൾ ഇൻകം അപ്പോൾ 50 രൂപയാണ് ഇവിടെ നിങ്ങളൊരു കുട്ടി എന്നുള്ള നിലയിൽ മാക്സിമം എത്തുന്നത്. അപ്പം നമുക്ക്
ഈ ഒരു പ്രത്യേകതയിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? കൺസംഷൻ ഡിപ്പെൻസ് ഓൺ ഇൻകം എന്ന് മനസ്സിലാക്കാം അല്ലെ. കൺസംഷൻ ഡിപ്പെൻസ് ഓൺ ഇൻകം. ഇതിനെ നമുക്ക് എന്ത് എഴുതാം? ഇതിനെ C is equal to consumption F of Y എന്ന് എഴുതാം. C is equal to F of Y. ഇതിനെ വിളിക്കുന്ന പേരാണ് കൺസംഷൻ ഫംഗ്ഷൻ. കൺസംഷനെ ചുരുക്കി എഴുതുവാണ് കൺസംഷൻ ഫംഗ്ഷൻ. അപ്പോൾ കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം ഈസ് കോൾഡ് കൺസംഷൻ ഫംഗ്ഷൻ. ഓക്കെ. അപ്പോൾ ഇനി നോക്ക്, കൺസംഷനിൽ നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് കാണുമ്പോൾ 20 രൂപയായിരുന്നപ്പോൾ 20 രൂപ ചിലവാക്കി അല്ലേ. 50 രൂപയായപ്പോൾ 50 രൂപ ചിലവാക്കി. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇതിപ്പോൾ നിങ്ങളുടെ കുട്ടികളായത്, നിങ്ങളെ കുട്ടികളൊന്നും ഏൺ ചെയ്യുന്നില്ല അല്ലെ, കാര്യമായിട്ടൊന്നും ഏണിംഗ് ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള ചിലവിൻ്റെ കാര്യം നോക്കാം നമുക്ക്. അപ്പോൾ ഒരു വീട്ടിൽ ഒരു ആള് ഒരു ദിവസം ജോലി ചെയ്തപ്പോൾ 200 രൂപ വരുമാനം കിട്ടി. അപ്പോൾ ഇയാള് വീട്ടിലേക്ക് 200 രൂപയുടെയും സാധനം വാങ്ങിയിട്ട് വരികയാണ്. എന്ന് വെച്ചാൽ എന്താണ്? സേവിങ് ഇല്ല അല്ലെ, സേവിങ് ഇല്ല. പിറ്റേ ദിവസം അയാൾക്ക് 300 രൂപ വരുമാനം കിട്ടുന്നു. അയാൾ എന്ത് ചെയ്തു? 250 രൂപ ചെലവാക്കി 50 രൂപ സേവ് ചെയ്യുന്നു. ഓക്കെ. പിന്നത്തെ ദിവസം 400 രൂപ കിട്ടുന്നു. 400 രൂപ കിട്ടിയപ്പോൾ ഇയാള് 300 രൂപ ചെലവഴിച്ചു. എന്ത് ചെയ്തു? 100 രൂപ സേവ് ചെയ്തു. കണ്ടില്ലേ? ഇങ്ങനെയാണ് പോവുക അല്ലേ. അപ്പോൾ അടുത്തത് 500 രൂപ കിട്ടി. ഇങ്ങനെ ഇത് മാറി മാറി അങ്ങനെ പോകാം. 500 രൂപ കിട്ടിയപ്പോൾ 350 രൂപ ചെലവഴിച്ചു. 150 രൂപ എന്ത് ചെയ്തു? സേവ് ചെയ്തു. ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് എഴുതാം അല്ലെ. കാരണം എന്താണ്? സേവിങ് കൺസംഷന്റെ കൺസംഷൻ എന്ന് പറയുന്നത് ഇൻകം ഡിറ്റർമിൻ ചെയ്യുന്നു എന്നാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? കൺസംഷൻ ഇൻകത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി രണ്ടാമത്തേത് എന്താണ്? കൺസംഷൻ കൂടുമ്പോൾ ഇൻകം കൂടുമ്പോൾ കൺസംഷനും കൂടുമെന്ന് മനസ്സിലായല്ലേ. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ കൺസംഷൻ ഇൻക്രീസ് ചെയ്യും. നേരെ തിരിച്ച് പുറകിലോട്ട് പറയുകയാണെങ്കിൽ എന്താണ്? ഇൻകം കുറയുമ്പോൾ കൺസംഷനും കുറയുന്നു. അതുകൊണ്ടാണ് കൺസംഷൻ ഡിപ്പെൻസ് അപ്പോൺ ഇൻകം എന്ന് നമ്മൾ കൺസംഷൻ ഫംഗ്ഷൻ എഴുതുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ടേബിൾ വെച്ചിട്ട് നമുക്ക് കൺസംഷനിൽ ഉണ്ടാവുന്ന കൺസംഷന്റെ 2 പ്രോപ്പർട്ടീസ് പഠിക്കാം. അതാണ് പ്രോപ്പർട്ടീസ് ഓഫ് കൺസംഷൻ. പ്രോപ്പർട്ടീസ് ഓഫ് കൺസംഷൻ ഫംഗ്ഷൻ. കൺസംഷൻ ഫംഗ്ഷന്റെ അതായത് ഉപഭോക്തൃധർമ്മത്തിന്റെ അല്ലെ ഉപഭോഗധർമ്മത്തിന്റെ പ്രത്യേകതകൾ. അപ്പോൾ കൺസംഷനും ഇൻകവും തമ്മിലുള്ള റേഷ്യോ, അതിൽ ഒന്നാമത്തേതാണ് APC എന്ന് പറയും. APC 2 പ്രോപ്പർട്ടീസ് ആണുള്ളത്. APC ഇതിനെ വിളിക്കുന്നത് ആവറേജ് propensity to consume. ആവറേജ് propensity to consume എന്നാണ് വിളിക്കുന്നത് APC. അപ്പൊ എന്താണ് APC എന്ന് പറഞ്ഞാൽ എന്നുള്ളതാണ് അടുത്തത്. APC is the ratio. It is defined as the ratio between consumption and income. ഇൻകവും കൺസംഷനും തമ്മിലുള്ള അനുപാതം, വരുമാനവും ഉപഭോഗവും തമ്മിലുള്ള അനുപാതമാണ് ആവറേജ് propensity to consume. ശരാശരി ഉപഭോഗ പ്രവണത എന്ന് പറയും മലയാളത്തിൽ. ഒന്നുകൂടെ പറയാം. APC average propensity to consume. It is the ratio between consumption and income. So that we can write APC is equal to C by Y. C by Y. അതായത് ഇൻകവും കൺസംഷൻ, വരുമാനവും ഉപഭോഗവും തമ്മിലുള്ള അനുപാതത്തെ
ശരാശരി ഉപഭോഗ പ്രവണത എന്ന് പറയാം. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കാം. റേഷ്യോ നോക്കിയേ. ആദ്യത്തേത് ഇൻകവും ആദ്യത്തെ 200/200 ആണല്ലേ. അപ്പൊ 200/200 ഫസ്റ്റ് കേസിൽ എന്താണ് 200/200 എന്ന് പറയുമ്പോൾ എന്താണ് റേഷ്യോ 1 ആണല്ലേ. അതായത് എന്താണോ ഇൻകം ആയിട്ടുള്ളത് അത് മുഴുവനും എന്ത് ചെയ്യും കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്നു. രണ്ടാമത്തേത് എന്താണ് 300 ആയപ്പോൾ എത്രയാ വന്നേ? രണ്ടാമത്തെ എക്സാമ്പിളിൽ 300 ഇൻകം ആയിരുന്നപ്പോൾ 250 ആണ് കൺസംഷൻ ആയിട്ട് വന്നല്ലേ. അപ്പോൾ 250/300. അപ്പോൾ 250/300 എന്ന് പറയുമ്പോൾ ആ റേഷ്യോ മാറിയില്ലേ. അപ്പോൾ ഇതാണ് അപ്പോൾ എന്താണ് ഈ ഒരു റേഷ്യോയിൽ വരുന്ന മാറ്റം. അപ്പോൾ ഈ ഒരു റേഷ്യോവിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇൻകവും കൺസംഷനും തമ്മിലുള്ള അനുപാതത്തെയാണ് എന്ത് വിളിക്കുക? 25/30 എന്ന് നമുക്ക് എഴുതാം. 25/30. ഇനി ഇതിന് ഇങ്ങനെ എഴുതുന്നതിന്, അതായത് റേഷ്യോ അനുപാതത്തിൽ എഴുതുന്ന ഇൻകവും കൺസംഷനും തമ്മിലുള്ള അനുപാതത്തെ APC എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത പ്രോപ്പർട്ടി, രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് MPC എന്ന് പറയും. MPC, the second property of consumption function is called MPC. ഇത് MPC എന്ന് പറഞ്ഞാൽ marginal propensity to consume. Marginal propensity to consume, അതായത് സീമാന്ത ഉപഭോഗ പ്രവണത എന്നാണ് വിളിക്കുക. MPC is defined as the ratio between, MPC ഡിഫൈൻ ചെയ്യുന്നത് നോക്കിക്കോളൂ, റേഷ്യോ അനുപാതം between തമ്മിലുള്ള, ഏതൊക്കെ തമ്മിലുള്ളതാണ്? ചേഞ്ച് ഇൻ ഇൻകം ആൻഡ് ചേഞ്ച് ഇൻ കൺസംഷൻ. വരുമാനത്തിലും അതേപോലെ ഉപഭോഗത്തിലും വരുന്ന മാറ്റത്തിന്റെ അനുപാതത്തെയാണ് സീമാന്ത ഉപഭോഗ പ്രവണത എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് MPC എങ്ങനെ എഴുതാം? MPC is equal to ΔC/ΔY ആണ്. ΔC എന്ന് പറഞ്ഞാൽ the change in consumption and ΔY എന്ന് പറയുന്നത് change in income. അപ്പോൾ നമുക്ക് നോക്കാം, ഇതില് നേരത്തെ വന്ന ഫസ്റ്റ് എക്സാമ്പിളും സെക്കൻഡ് എക്സാമ്പിളും വെച്ചിട്ട് നോക്കാം അല്ലെ. അപ്പൊ നോക്കിയേ, 200-ൽ നിന്നും 300 വരുമാനം കൂടിയല്ലേ. അപ്പോൾ 200 രൂപയിൽ നിന്നും 300 രൂപയായിട്ട് ഇൻകം കൂടിയപ്പോൾ ΔY എന്ന് പറയുന്ന എന്താണ്? ΔY is equal to 100 ആണ് അല്ലെ. 200-ഉം 300-ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് ΔY. ഇനി കൺസംഷൻ എത്രയാണ് കൂടിയത്? 200-ഉം 250-യുമാണ് അല്ലെ. 200-ൽ നിന്നും 250 ആയപ്പോൾ എത്രയാണ്? 200 രൂപയിൽ നിന്നും 250 രൂപയായിട്ട് കൺസംഷൻ കൂടി. എന്ന് വെച്ചാൽ എത്രയാണ് ഡിഫറൻസ്? എത്രയാണ്? ΔC എന്ന് പറയുന്നത് 50 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ MPC എത്രയാണ് ഈ കേസിൽ? MPC is equal to ΔC എന്ന് പറയുന്നത് 50 ഡിവൈഡഡ് ബൈ ΔY എന്ന് പറയുന്നത് 100 അല്ലെ. അപ്പൊ എത്രയാണ് അപ്പോൾ 50 1/2 ആണ്. 1/2 is equal to 0.5 അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് MPCയും അതേപോലെ എന്താണ് APCയും രണ്ട് പ്രോപ്പർട്ടീസ് പറയുന്നത്. ഇനി നോക്കൂ, നമ്മൾ ഇൻകം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? വരുമാനം മുഴുവനായിട്ടും ഉപയോഗിക്കുന്നില്ല അല്ലെ. അതുകൊണ്ട് ഈ ഒരു MPCയെ നമ്മൾ സ്മോൾ ആയിട്ട്, ചെറുതായിട്ട് C എന്ന ലെറ്റർ വെച്ചാണ് കാണിക്കുക. അപ്പോൾ ഇത് വെച്ച് നമുക്ക്, അതായത് എല്ലായ്പ്പോഴും ഇൻകം മുഴുവനായിട്ടും കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്നില്ല.
അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കൺസംഷൻ ഫംഗ്ഷനെ MPC കൂടെ ചേർത്ത് എഴുതും, മാറ്റി എഴുതും. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. കൺസംഷൻ C is equal to F of C is equal to C plus CY എന്ന് എഴുതാം. കൺസംഷൻ എഫ് ഓഫ് വേണ്ട, C plus CY എന്ന് എഴുതാം. അപ്പോൾ C എന്ന് പറയുന്നത്, ഈ C എന്താണ്, കൺസംഷൻ ആണ്. ഈ സ്മോൾ ലെറ്റർ C എന്താണ്, വേർ സ്മോൾ ലെറ്റർ C ഈസ് MPC ആണ് കേട്ടോ, മാർജിനൽ. അതായത് മാർജിനൽ പ്രോപ്പൻസിറ്റി ടു കൺസ്യൂമിൻ്റെ കൂടെ ഈ വലിയ C എന്ന് പറയുന്നത് കൺസംഷൻ ഡിറ്റർമിൻഡ് ബൈ ഇൻകം ആണ്. ഇതാണ് കൺസംഷൻ ഫംഗ്ഷൻ ആയിട്ട് ഇനി നമ്മൾ എല്ലായിടെയും ഉപയോഗിക്കുന്നത്. ഇൻകം ഡിറ്റർമിനേഷനിൽ കൺസംഷൻ ഫംഗ്ഷൻ്റെ ടേമായിട്ട് C is equal to C plus Y ആണ് ഉപയോഗിക്കുക. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് സേവിങ് ആണ്. അപ്പോൾ സേവിങ് എന്താണ്, സേവിങ് എന്ന് പറയുന്നത് എന്താണ്, സേവിങ് ഈസ് ദ എന്താണ്, വാട്ട് വി സേവ് ഫ്രം, അതായത് വാട്ട് വി ആർ കീപ്പിംഗ് എസൈഡ് ഫ്രം അവർ ഇൻകം വിത്തൗട്ട് കൺസ്യൂമിങ്. കൺസ്യൂം ചെയ്യാതെ നമ്മൾ എന്താണോ മാറ്റിവെക്കുന്നത് അതിനെയാണ് സേവിങ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ സേവിങ് എന്ന് പറയുന്നത്, സേവിങ് എന്താശ്രയിച്ചാണ് സേവിങ് ഇരിക്കുന്നത്? നമ്മുടെ നേരത്തെ എക്സാമ്പിൾ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായി എന്താണ്, സേവിങ് ഇൻകം അനുസരിച്ച് മാറുന്നു അല്ലേ. 300 രൂപ വന്നപ്പോൾ 50 രൂപ സേവ് ചെയ്തു. 200 രൂപ ഉണ്ടായിരുന്നപ്പോൾ സേവിങ് 0 ആയിരുന്നു അല്ലേ. 400 രൂപയായപ്പോൾ 100 രൂപ സേവ് ചെയ്തു. അപ്പം ഇൻകം വർദ്ധിക്കുമ്പോൾ സേവിങ്ങും വർദ്ധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ സേവിങ് ഈസ് എ ഫംഗ്ഷൻ. സേവിങ് ഫംഗ്ഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സേവിങ് ഫംഗ്ഷൻ, സേവിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എന്താണ്, സേവിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് Y എന്ന് എഴുതാം. കൺസംഷൻ പഠിച്ചുകൊണ്ട് വിഷമില്ല അല്ലേ. അപ്പോൾ സേവിങ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഇൻകം ആണ്. ഇനി കൺസംഷൻ ഫംഗ്ഷനിൽ പഠിച്ചതുപോലെ തന്നെ സേവിങ് ഫംഗ്ഷനും 2 പ്രോപ്പർട്ടീസ് ആണുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടിയെ വിളിക്കും എന്താണ്, APS എന്ന് വിളിക്കും, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ്. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സേവിങ് ബൈ ഇൻകം. S/Y ആണ് APS എന്ന് പറയുന്നത്. ഇപ്പൊ MPS എന്താണ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ആണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. അപ്പോൾ ഇതിന് മാർജിനൽ പ്രൊപ്പൻസിറ്റി സേവ്. അപ്പോൾ അതെന്താണ്, റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ സേവിങ് ടു ചേഞ്ച് ഇൻ ഇൻകം ആണ് അല്ലേ. ΔS/ΔY ആണ്. അപ്പോൾ കൺസംഷനും സേവിങ്ങും 2 കാര്യങ്ങൾ, അതേപോലെ 2 വേരിയബിൾസിൻ്റെ 2 വിഭാഗങ്ങൾ, എക്സ് ആൻഡ് എക്സ് പോസ്റ്റ്. ഈ 4 ടേമുകൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ബാക്കി ക്ലാസ്സുകളുമായി ഓക്കെ, ബൈ.